ഒട്ടും ഐബ്രോസ് ഇല്ല. ഉള്ള ഐബ്രോസിനാണെങ്കിൽ ഒട്ടും കട്ടിയില്ല, ഒരു നിറവില്ല, നല്ലോണം കൊഴിയും ചെയ്യുന്നുണ്ട്. ഗേൾസിൻ്റെ പ്രശ്നം ഐബ്രോസ് ആണെങ്കിൽ ബോയ്സിൻ്റെ പ്രശ്നം വന്നിട്ട് മീശയും താടിയാണ്. തീരെ മീശയും താടി ഒന്നും വളരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു 1 വീക്കും കൊണ്ട് തന്നെ ഒരു അടിപൊളി മിറാക്കിൾ റിസൾട്ടാണ് കിട്ടുന്നത്. സോ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. എൻ്റെ ഐബ്രോസ് ആണെങ്കിൽ പോലും വലിയ നിറവും വലിയ കട്ടിയും ഒന്നുമില്ലായിരുന്നു, ഭയങ്കര തിന്നായിരുന്നു. അത് മാത്രമല്ല ഉള്ള ഐബ്രോസ് നല്ലോണം കൊഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല റിസൾട്ട് ഇട്ടൊരു പാക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ലോണം ഐബ്രോ ഗ്രോത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മെയിൻ താരം വന്നിട്ട്. അപ്പം അത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. തുറന്ന് കാണിക്കുമ്പോഴെങ്കിലും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും കാര്യം കത്തിക്കാണും എന്തിൻ്റെ, അല്ലെങ്കിൽ ചിലവർക്ക് മനസ്സിലായി കാണും എന്തിൻ്റെയോ ചാരമാണെന്ന്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് ചിരട്ടയാണ്. ചിരട്ട എടുത്ത് നല്ലോണം അടുപ്പിലിട്ടാണ്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് കരിയിച്ചെടുക്കാം. ആ കരിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് നമ്മുടെ ഐബ്രോ ഗ്രോത്തിനെ നല്ല സൂപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇതേ കണക്ക് കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ വീട്ടിലെ ഇടികളിലുണ്ടെങ്കിൽ ആ ഇടികളിലേക്ക് നമുക്ക് ഈ ഒരു കോക്കനട്ട് ഷെൽ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ട നല്ലോണം കരിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി മിക്ക എല്ലാവരുടെ വീട്ടിൽ കാണും നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നേരം ഈ നമ്മുടെ കൊച്ചുള്ളി ചതയ്ക്കാനും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ രക്തചന്ദനം, മഞ്ഞളൊക്കെ ചതയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇടികളിലില്ല. ഇനി ഇടികളില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ 2-3 കട്ടി പേപ്പർ എടുത്തതിന് ശേഷം, മീൻസ് നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഷെല്ല് മീൻസ് നമ്മുടെ ചിരട്ട കരിച്ചതിട്ട് കൊടുത്തിട്ട് വല്ല മടക്കിയിട്ട് എന്തെങ്കിലും കട്ടിയുള്ള കല്ലോ വല്ലതും എടുത്ത് മുറ്റത്ത് വല്ലതും പോയിട്ട് നല്ലോണം ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് മിക്സിയിലിടാൻ നിൽക്കേണ്ട. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് മിക്സിയൊക്കെ പഞ്ചറായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയെല്ലാം ചെയ്താൽ മതി. ഞാൻ ഇവിടെ മുറ്റത്തിരുന്നാണ് ചെയ്യുന്നത്, കാരണം ഇത് വെച്ച് നല്ലോണം ഫോഴ്സിൽ ഇടിക്കുമ്പോൾ ടൈലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അമ്മേനെ വഴക്ക് പറഞ്ഞു, അവിടുത്തെ ടൈൽ നീ പൊട്ടിക്കോ വെച്ചെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഭയങ്കര സൗമ്യമായിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് മുറ്റത്ത് വീണ്ടും ഒന്ന് ഇടിക്കും, വീണ്ടും വരും. കാരണം വീഡിയോ എടുക്കാൻ നേരം അവിടെ വലിയ ലൈറ്റിൻ്റെ ഇതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഏകദേശം രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഐറ്റം വന്നിട്ട് ചെമ്പരത്തിപ്പൂവാണ്. ഞാൻ ഇവിടെ തട്ട് ഇതിലുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ പൂമ്പൊടി ഒന്ന് മാറ്റി കൊടുക്കാം, കാരണം ചിലർക്കെങ്കിലും ആ ഒരു പൂമ്പൊടി അലർജി വരാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ബാക്കിൽ ആ ഗ്രീൻ കളറും കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഫുൾ ചിരട്ട എടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ചെമ്പരത്തിപ്പൂവാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ കുറച്ച് എടുക്കുന്നെങ്കിൽ അതിൻ്റെ അളവിൽ ഇട്ട് കൊടുത്താൽ മതി, എങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ ചെമ്പരത്തിപ്പൂ കൂടിപ്പോയെന്ന് വെച്ചിട്ട് ഒന്നും കുഴപ്പമില്ല. ആ ഒരു പൂമ്പൊടിയും ആ ബാക്കിലെ ആ ഗ്രീൻ കളറും ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. തന്നെ അതിന് ശേഷം അതും നല്ലോണം നമുക്കൊന്ന് ഇടുകരിലിട്ട് നല്ലോണം ചതച്ചെടുക്കാം. അത് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ എൻ്റെ ഇത് ചതഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇതേ കണക്കൊരു ഡെപ്പ നല്ലോണം അടച്ച് വെക്കാൻ പറ്റുന്നൊരു ഡെപ്പ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു പൗഡർ ഫോം ആയിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കാം. ഇനി ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുപോയിട്ട് ഒരു കാസ്ട്രോൾ മാത്രം വാങ്ങിച്ച് വെച്ചാൽ മതി. എന്നും നൈറ്റ് അപ്ലൈ ചെയ്യാം. അതിന് നമ്മൾ വീട്ടിൽ നിൽക്കണം, വീട്ടിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതേ കണക്ക് വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ റെഡിയാക്കി കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെപ്പയിലുള്ളത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ ഇനി കുറേ നാൾ വേണ്ട വീട്ടിൽ വരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ടും ഇത് റെഡിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മന്തൊക്കെ യൂസ് ചെയ്യാനുള്ള പൗഡർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് എപ്പോഴും ടൈം രാത്രിയായാലും രാവിലെ ആയാലും നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഇതേ കണക്കൊരു പാത്രത്തിലോട്ട് നമ്മുടെ കുറച്ച് ഈ ഒരു പൗഡർ ഫോം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യണം, ഇപ്പം ഐബ്രോസ് മാത്രം വന്നെങ്കിൽ അത്രത്തോളം, ഇനി അതെല്ലാം മീശയും താടിയും വേണമെങ്കിൽ അത്രയ്ക്ക് എടുക്കാം. പിന്നെ നമ്മുടെ തലയിൽ കഷണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അതിനനുസരിച്ച് അതിലേക്ക് ലേശം കാസ്ട്രോളും കൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കാസ്ട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിൽ എടുക്കാം. ഞാൻ പക്ഷേ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത് കാസ്ട്രോളാണ്. കാസ്ട്രോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പം നമ്മുടെ ഐബ്രോസ് നല്ല ഗ്രോത്തിൽ വളരാനും പിന്നെ നമ്മുടെ മീശയും താടി വളരാനും. ഇപ്പോൾ പിന്നെയെന്ന് ഉദ്ദേശിച്ച് ബോയ്സിൻ്റെ മീശയും താടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ട്രോളൊന്നും വരില്ല, ഇനി ഗേൾസിൻ്റെ മീശയും താടിയും വളരണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച ബോയ്സിൻ്റെ മീശയും താടിയും വളരാനും പിന്നെ കൃതാവ് വളരാനും പിന്നെ ഇനിയിപ്പോൾ നെറ്റ് കയറിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ കണക്ക് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ഒരു സ്റ്റിക്ക് വന്നിട്ട് ഞാൻ എന്തെങ്കിലും ലോലിപോപ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഞാൻ പിന്നെ അത് എടുത്ത് കഴുകി സൂക്ഷിച്ച് വെച്ചായിരുന്നു. ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങ് പറ്റും. ഇതേ കണക്ക് വല്ല സ്റ്റിക്കോ നമ്മുടെ ഇയർ ബഡ്സോ വെച്ചിട്ട്
വെച്ചിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ പിരികത്തിന് എനിക്ക് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ കണക്കൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പിരികത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഞ്ഞി എടുത്തിട്ട് ബാക്കി എക്സ്ട്രാ പറ്റിയതൊക്കെ ഒന്ന് മായ്ച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നടുക്ക് വേണ്ടെങ്കിലും മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നടുക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്കപ്പം ദിഗംബരനെ കൂട്ടാണ് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കില്ലേ ഗൂയ്സ്. അപ്പോൾ വേണമെങ്കിൽ മീശ അപ്ലൈ ചെയ്ത് കൊടുക്കാം, താടി അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഈ നെറ്റ് കയറിയവർക്കൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേസിലൊക്കെ പറ്റിയതൊക്കെ ഞാൻ മായ്ച്ച് കളയുന്നുണ്ട്. ഞാൻ അതിന് ശേഷം ഒരു 15 or 20 മിനിറ്റ് കഴിയുമ്പം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാം. പിന്നെ കാസ്റ്റർ ഓയിലിനകത്ത് ചെറിയൊരു ഓയിലി ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് വാഷോ വെച്ചിട്ട് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും 15 മിനിറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാം അതിൻ്റെ റിസൾട്ട് കേട്ടോ. പിന്നെ റിസൾട്ട് എന്ന് ഉദ്ദേശിച്ചത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ടൊന്നും കിട്ടത്തില്ല. ഒരു 1 വീക്കെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇന്ന് തേച്ചാൽ നാളെ ഭയങ്കര കട്ടിപ്പിരിക്കും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരു 1 വീക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. 1 വീക്ക് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഡിയേഴ്സ്, ടാറ്റാ, സീ യു.